അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇതാ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും തന്നെ കുഴപ്പമൊന്നുമില്ലാതെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അവസാനം പറഞ്ഞായിരുന്നു ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ 6 മുട്ട വിരിയാനുള്ള സാധ്യത നമ്മൾ കണ്ടുവെന്ന്. അതുപോലെ തന്നെ 6 മുട്ടയും വിരിഞ്ഞേ. ആദ്യം 5 മുട്ടയാണ് വിരിഞ്ഞത്. അപ്പോൾ 21ാമത്തെ ദിവസം വൈകുന്നേരമായിട്ടും ഈ 6ാമത്തെ മുട്ട മാത്രം വിരിയാണ്ടായപ്പോൾ ഞാൻ ചുമ്മാ എടുത്തുനിന്ന് ചെവിയുടെ അടുത്ത് ഇങ്ങനെ വെച്ച് നോക്കിയപ്പം അതിൻ്റെ ഉള്ളിൽ കുഞ്ഞിൻ്റെ സൗണ്ട് കേൾക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഒന്നും കൂടെ ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഏകദേശം ചുണ്ട് വരുന്ന ഭാഗം കണ്ടുപിടിച്ച് പതുക്കെ പൊട്ടിച്ചു കൊടുത്തു. കുറച്ചൊന്ന് പൊട്ടിച്ച് വെച്ച് നമ്മൾ അമ്മയുടെ അടിയിൽ തന്നെ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് തനിയെ മുട്ടേൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരികയാണ് ചെയ്തത് കേട്ടോ. ചെറുതായിട്ട് ഇച്ചിരി ബ്ലഡൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, ആൾക്ക് മാത്രം ഒരു ഇച്ചിരി ഉഷാറ് കുറവ്. പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ ദിവസം ആളെങ്ങനെ എണീച്ച് നടക്കുന്നൊന്നുമില്ലായിരുന്നു, കിടപ്പ് തന്നെയായിരുന്നു. പിന്നെ നമ്മളിവർക്ക് ഫുഡായിട്ട് സ്റ്റാർട്ടറും അതുപോലെ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഗ്രോവിപ്ലക്സിൻ്റെ 1.5 ml മിക്സ് ചെയ്ത ഒരു 1/2 ലിറ്ററോളം വെള്ളവും ആണ് ബോട്ടിലാക്കിയിട്ട് അങ്ങനെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തത്. അപ്പം ആദ്യത്തെ ദിവസം ഫുഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്നും വന്നില്ല. ഓരോരുത്തരായി പതുക്കെ അമ്മേൻ്റെ അടിയിൽ നിന്ന് ഇറങ്ങി വരികയും ഇങ്ങനെ കൊത്തി നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കാണ് എല്ലാവരും ഒന്ന് ഉഷാറായതും ഇറങ്ങി വരാൻ തുടങ്ങിയതും ഫുഡ് കഴിക്കാൻ തുടങ്ങിയതൊക്കെ. ഇനിയിപ്പോൾ നമ്മളൊരു 1 മാസത്തോളം ഇവരെ ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ പേപ്പറൊക്കെ ഇട്ട് കൂടിനകത്ത് തന്നെ. ഇതാണ് കേട്ടോ നമ്മൾ പൊട്ടിച്ച് മുട്ടയിൽ നിന്ന് ഇറക്കിയ ആൾ. ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. രാവിലെയും അത്ര നടക്കാനൊന്നും ഒരു ഉഷാറുണ്ടായിരുന്നില്ല. എപ്പോഴും അമ്മേൻ്റെ അടിയിൽ തന്നെയായിരുന്നു, ഫുഡ് കഴിക്കുന്നില്ലായിരുന്നു. ഇതിപ്പോൾ 3ാമത്തെ ദിവസം ഞാൻ എടുത്ത വീഡിയോ ആണ്. 3ാമത്തെ ദിവസമായപ്പോഴത്തേക്കും അമ്മ വിളിക്കുന്നിടത്ത് വരാനും എല്ലാവരും ഇതുപോലെ ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവരെയൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള പണിയാണ്. അപ്പോൾ ബാക്കിയുള്ള ഇവരുടെ എല്ലാ അപ്ഡേറ്റ്സും ഞാൻ ഓരോ വീഡിയോസായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. ബൈ.